നമസ്കാരം. ജീവിതത്തിൽ ഞാൻ പല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് തീരെ ഇഷ്ടം തോന്നാത്തൊരു നേതാവാണ് AK ആൻ്റണി. കാരണം അദ്ദേഹം മുഖംമൂടി അണിഞ്ഞൊരു നേതാവാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടാത്തത്. അതേസമയത്ത് കരുണാകരനോ EK നായനാരോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയോ ഒക്കെയുള്ള നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഉമ്മൻചാണ്ടിയൊക്കെ ഞാൻ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹം എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത ആളായിരുന്നു. കള്ളപ്പരാതി കൊടുക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു AK ആൻ്റണി. 1999 ജൂൺ 28 ഉമ്മൻചാണ്ടിയോടൊപ്പമാണ് ശോഭന ജോർജ് എന്ന കേരളത്തിലെ ഏറ്റവും തട്ടിപ്പുകാരിയായ രാഷ്ട്രീയ നേതാവ് കള്ളപ്പരാതി P ശശിയുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുകയും എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ അത് കള്ളക്കേസാണെന്നും കള്ളപ്പരാതിയാണെന്നും മനസ്സിലാക്കി ഉമ്മൻചാണ്ടി ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം എന്നെ കാണുകയും ക്ഷമ പറയുകയും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ആ പരാതി പിൻവലിക്കുകയും കേസിന് പിൻവലിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ പിന്നീട് ഹൈക്കോടതിയിൽ കേസ് വന്നു. എനിക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പറയുകയും ചെയ്തു. അത് സുപ്രധാനമായിരുന്നു. കേരള ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു കേസായിരുന്നു. അതായത് അർദ്ധരാത്രി പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി യാതൊരു തെളിവുമില്ലാതെ കള്ളക്കേസിൽ എന്നെ കുടുക്കി അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് AK ആൻ്റണി തന്നെയാണ് നിയമസഭയിൽ. പക്ഷേ അത് എപ്പോഴാണ്? അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായ സമയത്ത് അദ്ദേഹത്തിനും കൂടി അറിയുന്ന ഒരു കാര്യമായിരുന്നു ഒരു കള്ളപ്പരാതി ശോഭന ജോർജ് കൊടുത്തു എന്ന് പറയുന്ന കാര്യം. എന്നാൽ അദ്ദേഹം ആ സമയത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2002 നിയമസഭയിൽ സൂര്യ TV പോലീസ് കയറിയപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വേണ്ടി അദ്ദേഹം പേരുപയോഗിച്ചത് എൻ്റെ പേരായിരുന്നു. യാതൊരു തെളിവുമില്ലാതെ ക്രൈം നന്ദകുമാറിനെ ഭാര്യയോടും കുട്ടിയോടൊപ്പം കിടക്കുമ്പോൾ അറസ്റ്റ് ചെയ്തില്ലേ അർദ്ധരാത്രി എന്ന് അദ്ദേഹം ചോദിച്ചു. ക്രൈമിൻ്റെ ഓഫീസ് അർദ്ധരാത്രി റെയ്ഡ് ചെയ്ത് വിലപ്പെട്ട രേഖകൾ നിങ്ങൾ കടത്തിക്കൊണ്ട് പോയിട്ടില്ലേ? അതും നിയമവിരുദ്ധമായിരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. അർദ്ധരാത്രിയുടെ മറവിലല്ലേ അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കും വിധം ഈ തരത്തിൽ നടത്തിയതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. അങ്ങനെയുള്ള അറക്കൽ പറമ്പിൽ ആൻ്റണി, ഞാൻ പിന്നീട് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹത്തോട് ചില കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം കാണിച്ച കപടമുഖമാണ് ഞാൻ അദ്ദേഹത്തോട്, അദ്ദേഹം അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നീട് ഞാൻ അദ്ദേഹത്തെ വെറുക്കുന്നതും രാഷ്ട്രീയക്കാരനാവാൻ യാതൊരു യോഗ്യതയില്ലാത്ത, അധികാരത്തിൻ്റെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു നേതാവാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആൻ്റണി കോൺഗ്രസ് വിടുന്നതിന് കാരണം കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം കുടുങ്ങാൻ പോകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അദ്ദേഹവും AK ആൻ്റണിയുടെ ഭാര്യ എലിസബത്തും ഇതിൽ പെടും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അനിൽ ആൻ്റണി കോൺഗ്രസ് വിടാൻ കാരണം. ഇത് ഞാൻ ഒരു വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴിതാ AK ആൻ്റണി തന്നെ ഹൃദയസ്പർശിയായ, മനസ്സിൽ തട്ടുന്ന ഒരു പ്രസംഗം തന്നെ നടത്തിയിരിക്കുന്നു. അപ്പനെ തള്ളിപ്പറഞ്ഞ മകനെക്കുറിച്ച്, അപ്പന് ജനിച്ച ആ തട്ടിപ്പുകാരനായ മകനെക്കുറിച്ച് AK ആൻ്റണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. അത് പൂർണ്ണമായി നമുക്ക് കേൾക്കാം. 1984 ആഗസ്റ്റിൽ ഒരു ദിവസം ഞാൻ എറണാകുളത്തെ മാസോട്ടിൽ ഉച്ചയ്ക്ക് വിശ്രമിക്കുമ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്നും ഒരു ടെലിഫോൺ കാൾ വന്നു. അങ്ങേ തലയ്ക്കൽ രാജീവ് ഗാന്ധിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആ കുടുംബത്തിൻ്റെ ഒരു കുലീനതയാണ്. ആന്റണിജിക്ക് തരപ്പെടുമെങ്കിൽ എത്രയും വേഗം അന്യനെ പറഞ്ഞാൽ മതി. പക്ഷെ അവരുടെ പ്രത്യേകതയാണ് ഡൽഹിക്ക് വേഗം വരാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഡൽഹിയിലെത്തി. കേരള ഹൗസിൽ നിന്ന് ടാക്സി പിടിച്ച് 1-ാം നമ്പർ സബ്ദ ജോഗിംഗ് റോഡിലെത്തി. പോർട്ടിക്കോയിൽ രാജീവ് ഗാന്ധി കാത്തു നിൽക്കുന്നു. ഉടനെ അദ്ദേഹം എന്നെ ഇന്ദിരാഗാന്ധി റൂമിലേക്ക് കൊണ്ടുപോയി. കുശലാന്തിന് ശേഷം ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, ഞാൻ AICC ജനറൽ സെക്രട്ടറി നിയമിക്കാൻ ആഗ്രഹിക്കുന്നു, സമ്മതം അല്ലെന്ന് ചോദിച്ചു. സമ്മതം ഞാൻ പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ഇന്ദിരാജിയുടെ കൂടെ AICC ജനറൽ സെക്രട്ടറിയായി. രാജീവ് ഗാന്ധിയുടെ കൂടെ ജനറൽ സെക്രട്ടറിയായി ഇന്ദിരാജി മരണത്തിന് ശേഷം. അന്ന് മുതൽ നെഹ്റു കുടുംബവുമായി എനിക്ക് വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട്. ആ കുടുംബാംഗങ്ങളുമായി, ആ കുടുംബത്തിന് പ്രവർത്തന രീതിയുമായിട്ട്.
ഞാൻ ഡൽഹിയിൽ ചെന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ACC ഓഫീസിലും 1-ാം നമ്പർ സബ്ജക്റ്റിന് പോകുമ്പോൾ അവിടുത്തെ ചർച്ചാ വിഷയങ്ങളിലൊന്ന്, ഭൂശാല ചർച്ചകളൊന്ന്, ഇന്ദിരാജി എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഇന്ദിരാഗാന്ധി കേൾക്കുന്നില്ലല്ലോ. ഡൽഹിയിലെ ഇന്റലിജൻസ് ബ്യൂറോ, തുടങ്ങിയിട്ടുള്ള എല്ലാ സുരക്ഷാ ഏജൻസികളും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു, അങ്ങയുടെ വീട്ടിൽ അങ്ങയുടെ തൊട്ടടുത്ത് തൂക്കുമായി നിൽക്കുന്ന 2 രക്ഷാഭടന്മാരെ മാറ്റണം, അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്ന് പറയും. ഇന്ദിരാഗാന്ധി പറഞ്ഞു, സാധ്യമല്ല, സാധ്യമല്ല, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട രക്ഷാധികാരികളെ മാറ്റി എനിക്ക് ജീവിക്കണ്ട. അത് നല്ല സന്ദേശം നല്ലതല്ല, ഇന്ത്യയുടെ ഐക്യത്തിന് നല്ലതല്ല, ഇന്ത്യയുടെ മതേതരത്തിന് നല്ലതല്ല. ഇന്ദിരാഗാന്ധി കുറച്ചു നിന്നു. ഇന്ദിരാഗാന്ധിക്ക് അറിയാം ഏത് നിമിഷവും കൊല്ലപ്പെടാം. അതുകൊണ്ടാണല്ലോ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഒറീസയിൽ ഭുവനേശ്വരത്ത് പ്രസംഗിച്ചത്, എൻ്റെ അവസാനത്തോട് രക്തം വരെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ രക്തം ചിന്താൻ തയ്യാറെന്ന് പറഞ്ഞത്. അപ്പോ ഞാൻ മനസ്സിലാക്കിയ എന്താണ്, മതേതരത്വത്തിന് വേണ്ടി, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ തയ്യാറുള്ള ഒരു കുടുംബത്തിന്റെ തലവെന്നത് എന്താണ് ഇന്ദിരാഗാന്ധി. അതിന്റെ ഇന്ദിരാഗാന്ധിയോട് ഞാൻ പോർത്തിച്ചു. രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നതിന് അവസാന നിമിഷം വരെ കൈകൂപ്പിക്കൊണ്ട് രാജീവ് ചെയ്യരുത് എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. കാരണം ഇന്ദിരാജിയുടെ എക്സാഷന്റെ ഓർമ്മയുണ്ട്. പക്ഷെ സഹപ്രവർത്തകരെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിനും എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം ചുവടുകൊടുക്കുണ്ടായി. സംഭവിച്ചു. ആദ്യം ശ്രീലങ്കയിൽ പോയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഗാർഡ് ഓഫ് ഓണറിനിടയിൽ ഗാർഡുകൾ അദ്ദേഹത്തിനെ തോക്കുകൊണ്ട് അടിച്ചു വീഴ്ത്തി കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം യാദൃച്ഛികമായി അത് രക്ഷപ്പെട്ടു. പിന്നീടാണ് ശ്രീപെരുമ്പത്തൂരിൽ അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെട്ടു. ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ എക്സാക്ഷന് ശേഷം ശക്തിസ്ഥാനിൽ, ഇന്നത്തെ ശക്തിസ്ഥാൻ, അന്ന് ശക്തിസ്ഥാനല്ല, ഇന്ദിരാഗാന്ധി ചിതയൊരുക്കിയിരിക്കുകയാണ്. ആ ചിതയ്ക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധിക്ക് തൊട്ടരികിൽ, സോണിയാഗാന്ധിക്ക് തൊട്ടരികിൽ 2 കൊച്ചുകുട്ടികൾ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവരങ്ങനെ കരയുന്നില്ല, വിനുമ്പുന്നുണ്ട്. അത് ഞാൻ അന്ന് ACC ജനറൽ സെക്രട്ടറിയായി കണ്ട കാഴ്ചയാണ്. പിന്നീട് രാജീവ് ഗാന്ധിയുടെ കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്നത്തെ ശക്തിസ്ഥലാണ് അദ്ദേഹത്തിന് ചിതയൊരുക്കിയത്. അന്നും സോണിയാഗാന്ധിക്കൊപ്പം കുറച്ചുകൂടി മുതിർന്ന 2 കുട്ടികൾ, രാഹുലും പ്രിയങ്കയും നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ പരിചയപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ലായിരുന്നു. രാജീവ് ഗാന്ധിയെ പോലെ തന്നെയായിരുന്നു, ഒരു താല്പര്യവുമില്ലായിരുന്നു. ലണ്ടനിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ അവിടെ കിട്ടിയാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അവസാനം അമ്മയുടെ സഹായത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നു, രാഷ്ട്രീയത്തിൽ ഇറങ്ങി. എല്ലാവരും കൊണ്ട് നിർബന്ധിച്ച് കോൺഗ്രസ്സുകാരനായി, ACC ജനറൽ സെക്രട്ടറിയായി, കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി, പിന്നെ കോൺഗ്രസ് പ്രസിഡന്റായി. അതിനുശേഷം നടന്ന ഇലക്ഷനിൽ 2016
14 അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും നടന്ന ഇലക്ഷൻ. അല്ല, ഇലക്ഷൻ ഇല്ല, അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് അല്ല. ഇലക്ഷൻ തോറ്റു. 2019 തോറ്റു. 19 തോറ്റു കഴിഞ്ഞപ്പോൾ വർക്കിംഗ് കമ്മിറ്റി കൂടി. ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഞങ്ങളെ എല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ തോൽവി എന്നെ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ തോൽവിക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. ഞെട്ടിപ്പോയി എല്ലാവരും. ആളിരുന്നത് ഒന്നടങ്കം രാഹുൽജി ചെയ്തതും ദൈവം അറസ്റ്റ് നിന്നു. ഇതാണ് മനസ്സോടെ സോണിയാഗാന്ധിയെ പ്രസിഡന്റാക്കിയത്. അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 വർഷം കഴിഞ്ഞു. അതിനുശേഷം നിരന്തരമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, പോഷക സംഘടനകൾ, സംസ്ഥാന PCCകൾ, സോണിയാഗാന്ധി വരെ രാഹുൽ ഗാന്ധിയോട് പ്രസിഡന്റ്ഷിപ്പ് വീണ്ടും ഏറ്റെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കിനി പ്രസിഡന്റ്ഷിപ്പ് വേണ്ട. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ, കാർഡുമ്പിനേക്കാൾ കഠിനമായ നിശ്ചയദാർഢ്യത്തിന്റെ ആദ്യം നാം മനസ്സിലാക്കുന്നത്. ഒരു തീരുമാനമെടുത്താൽ ചാഞ്ചാട്ടമില്ല. അതാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഭാരത ജോഡോ യാത്രയ്ക്ക് പുറപ്പെട്ടു. പല സുഹൃത്തുക്കളും പറഞ്ഞു, ഇത്രയും ദൂരം അദ്ദേഹത്തിന് അല്പം മുട്ടുവതിനിടയ്ക്ക് വരാറുണ്ട്. നടക്കണോ? കുറെ നടക്കുക, കുറെ കാറിൽ പോവുക എന്നാണ് അദ്ദേഹത്തിന് അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കൾ പറയുന്നത്. അദ്ദേഹം അത് കേട്ടു, പുഞ്ചിരിച്ചു. പക്ഷേ കന്യാകുമാരി മുതൽ കാശ്മീരം വരെ മഴയും മഞ്ഞും വെയിലും വകവയ്ക്കാതെ 3000-ഓളം കിലോമീറ്റർ നടന്നു. അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം. ആ നടപ്പിലാണ് പപ്പു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ആരാണ് ഇന്ത്യക്കാർ മനസ്സിലാക്കിയത്. വഴിയോരത്ത് നിൽക്കുന്ന കുട്ടികളെ, വിദ്യാർത്ഥികളെ, അമ്മമാരെ, സഹോദരിമാരെ, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ല രാഹുൽ ഗാന്ധിയുടെ അപ്പോഴാണ് രാഹുൽ ഗാന്ധി ആരാണ്, ഇത്രയും നന്മയുള്ള, മനുഷ്യസ്നേഹമുള്ള ഒരു നേതാവാണല്ലോ രാഹുൽ ഗാന്ധി എന്ന് ജനങ്ങൾ അറിയത് ഭാരത ജോഡോ യാത്രയ്ക്ക് ശേഷമാണ്. യാത്ര കാശ്മീരിലെത്തി. ശ്രീനഗറിൽ യോഗം പറ്റില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ ശ്രീനഗറിൽ തന്നെ യോഗം നടക്കും, അവിടെ യോഗം നടത്തിയേ ഞാൻ മടങ്ങൂ. അവസാനം ഭരണകൂടം അയഞ്ഞു. ശ്രീനഗറിൽ മഞ്ഞു പുതച്ച ആ ദിവസം യോഗം നടത്തി. അവിടെയും രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യമുണ്ടായി. മണിപ്പൂരിൽ കലാപമുണ്ടായി. 100 നിരപരാധികൾ കൊല്ലപ്പെട്ടു എല്ലാ ഭാഗത്തു നിന്നും. പ്രധാനമന്ത്രിയോട് പോകാൻ പറഞ്ഞു. അദ്ദേഹം പോയില്ല. കേന്ദ്രമന്ത്രിമാര് പോയില്ല. ആദ്യമായി അവിടെ പോയി ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ ചെന്നു. എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അവിടെ പ്രസ് കോൺഫറൻസിനുണ്ടെങ്കിൽ പോകാനാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകത്തില്ല. ഞാൻ ഈ കലാപത്തിന് ഫലമായി കൊല്ലപ്പെട്ടവരുടെ വീടുകൾ, തകർക്കപ്പെട്ട ആരാധനാലയങ്ങൾ, തകർക്കപ്പെട്ട പ്രദേശങ്ങൾ അത് കാണാതെ ഞാൻ മടങ്ങുന്ന പ്രശ്നമില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തു. അവസാനം കാശ്മീരിലെ പോലെ ഇവിടെയും ഭരണകൂടം മുട്ടുമടക്കി. രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ഇംഫാലിലെ മൈത്രി ഭവനങ്ങൾ, അവിടെ തകർക്കപ്പെട്ട എല്ലാ ആരാധനാലയങ്ങളും, താഴ്വരയിലെ കുക്കി പ്രദേശങ്ങൾ, നാഗാപ്രദേശങ്ങൾ,
എല്ലാം പോയി, എല്ലാവരെയും ആശ്വസിച്ച് മടങ്ങി. അതിനുശേഷം ഭാരത ജോഡോ ന്യായ യാത്ര ആരംഭിച്ചു. മണിപ്പൂരിൽ തുടങ്ങാൻ തീരുമാനിച്ചു. മണിപ്പൂർ ഗവൺമെന്റ് പറഞ്ഞു തുടങ്ങിക്കോ, പക്ഷെ ആൾക്കൂട്ടമുള്ള യോഗം പറ്റില്ല. ഒരു ആൾക്കൂട്ടമില്ലാത്തൊരു മുതലാളിത്ത യോഗം നൽകാൻ പറഞ്ഞു. അദ്ദേഹം നടപ്പുള്ള കാര്യമില്ല, ആൾക്കൂട്ടത്തിലെ ഞാൻ പ്രസംഗിക്കൂ. വാശി ഒഴിച്ചു, ഗവൺമെന്റ് മുട്ടുമടക്കി രാഹുൽ ഗാന്ധി പറഞ്ഞ മൈതാനത്തെ യോഗം നടത്തി. അവിടേക്ക് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കാണണം. തീരുമാനമെടുത്താൽ പ്രത്യേകം നോക്കില്ല, കുറച്ച് തീരുമാനം. അങ്ങനെ രാഹുൽ ഗാന്ധി നിന്നു. അതാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച നാഷണൽ ഹെറാൾഡ്, അതിന് സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ച തൊട്ട് മുഴുവൻ കണ്ടുകെട്ടി. ഇന്ത്യയിലെ 8 സ്റ്റേറ്റുകളിലായി 20 കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. സവർക്കറെ കുറിച്ച് പ്രസംഗിച്ചതിന്റെ പേരിൽ ആ കേസിൽ അദ്ദേഹത്തിന് ലോക്സഭാംഗത്തിന്റെ രാജ്യം നഷ്ടപ്പെടുത്തി, വീടൊഴിയാൻ പറഞ്ഞു. ആ കേസിൽ വിധി വന്നോടൻ ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറായിട്ട് അദ്ദേഹം റെഡിയായി നിൽക്കുകയാണ്. മുട്ടുമടക്കിയില്ല. സുപ്രീം കോടതി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അതാണ് രാഹുൽ ഗാന്ധി. തീരുമാനമെടുത്താൽ എന്ത് പ്രത്യാഘാതം വന്നാലും നിലപാട് ഉറച്ചു നിൽക്കുന്ന നിശ്ചയദാർഢ്യമുള്ള കരുത്തിന്റെ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. ഇന്ന് അദ്ദേഹം ഒരു പട നയിക്കുകയാണ്. തുടങ്ങിയത് കോൺഗ്രസിന്റെ പടയണിയുമായിട്ടാണ്. എന്തിനു വേണ്ടി? ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം, ജനാധിപത്യം സംരക്ഷിക്കണം, രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം നൈവൈ സംരക്ഷിക്കണം, സാമൂഹ്യ നീതി സംരക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള പടയോട്ടം അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹം കോൺഗ്രസിന് പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അദ്ദേഹം ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസം നിലപാടെടുത്തു. നമ്മൾ ഇത്തവണ എത്ര സീറ്റ് മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ വാശി പിടിക്കണ്ട. എത്ര സീറ്റ് നമ്മൾ മത്സരിക്കുന്നതല്ല പ്രശ്നം, എങ്ങനെ മോഡിയെ തോൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും കുറച്ച സീറ്റാണ് കൊലപാതകം. 200 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഡൈജസ്റ്റ് ചെയ്ത കാര്യമാണ്. അതാണ് അദ്ദേഹത്തിലെ പ്രാഗ്മാറ്റിസം. അങ്ങനെ കുറഞ്ഞ സീറ്റ് മത്സരിച്ചുകൊണ്ട് നരേന്ദ്രമോദി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 28 പാർട്ടികളെ, ഇനിയും ബഹുമാനിക്കുന്ന 28 പാർട്ടികളെ അദ്ദേഹം കോർത്തിണക്കി ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. ഇന്ത്യ മുന്നണി പടയോട്ടം ആരംഭിച്ചു. ചിത്രം മാറി. എന്നെ പ്രഖ്യാപിച്ചപ്പോൾ ഈസിയായി BJP ജയിക്കും, നിങ്ങൾ പാഴ്വില കാണിച്ചിട്ട് കാര്യമില്ല. 2 ആഴ്ചയായിട്ട് ചിത്രം മാറുകയാണ്. BJP പ്രതീക്ഷകൾ മാറി മറയുന്നു. ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുന്നു. രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ആകുന്നിട്ടല്ല, ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ആശയം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടന, അതിന്റെ ബേസിക് സ്ട്രക്ചർ അത് കാത്തുസൂക്ഷിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന തത്വം കാത്തുസൂക്ഷിക്കാനുള്ള പടയോട്ടത്തിൽ അദ്ദേഹം മുന്നണി പ്രബലമായിട്ട് നിൽക്കുന്നു. ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി, ഭരണഘടനയുടെ അടിസ്ഥാന നയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരാൻ പോകാൻ തയ്യാറുള്ള, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് വന്ന വളർച്ച ശാരീരിക വളർച്ചയല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന മാറ്റങ്ങൾ, ഞങ്ങളുടെ സ്നേഹം, ഇന്ത്യ വളർന്നു വരുന്ന രണ്ട് ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉത്കണ്ഠ, 2 ഇന്ത്യ, ക്രോണി ക്യാപിറ്റലുകളുടെ ഇന്ത്യ, പാവപ്പെട്ട കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ചെറുപ്പക്കാരുടെയും കഷ്ടപ്പെടുന്ന ഇന്ത്യ, ഈ 2 ഇന്ത്യ തമ്മിലുള്ള അന്തരം കുറയ്ക്കണം. അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിജി, നെഹ്റു,
അംബേദ്കർ അധികാരത്തിൽ വ്യത്യസ്തമാണ്. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും ചിന്തകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ ധാരയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്, നേതൃത്വം നൽകുന്നത്. ആ രാഹുൽ ഗാന്ധി നാളെ എന്താകുമെന്നുള്ളത് പ്രശ്നം. ഒന്ന് തീർച്ചയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ കരങ്ങൾ, ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ കരങ്ങളിൽ ഭദ്രമാകുന്നൊരു കാലഘട്ടം വരും തീർച്ചയാണ്. ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാവുന്ന വിശ്വസനീയമായ നേതാവ്, ഇന്നും കോൺഗ്രസ് എതിർക്കുന്ന ഡോക്ടർ അംബേദ്കറിന്റെ കൊച്ചുമകൻ, എൻ്റെ കൂടെ ആഴ്ചയിലുണ്ടായിരുന്ന ആളാണ് പ്രകാശ് അംബേദ്കർ. അദ്ദേഹം മനോരമയിൽ വായിച്ചു, വിശ്വസിക്കാവുന്ന നേതാവാണ്. എതിർക്കുന്നതിനെ കുറിച്ച് പറയുന്നത് വിശ്വസിക്കാവുന്ന ഗൗരവമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പൊ നാളത്തെ ഇന്ത്യയിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, ഏറ്റവും വിശ്വസിക്കാവുന്ന, ക്രെഡിബിലിറ്റിയുള്ള, വിശ്വാസമുള്ള നേതാവായി രാഹുൽ ഗാന്ധി വളർന്നുകൊണ്ടിരിക്കുകയാണ്.